ശ്രേഷ്ഠഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇന്നാദ്യം ചിന്താമൃതം. പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നിന്നും കൃഷ്ണ VS ആണ് ഇന്ന് ചിന്താമൃതത്തിലൂടെ നമ്മുടെ മുൻപിൽ വിഷയം അവതരിപ്പിക്കുന്നത്. രാവണന്റെ ക്രൂരതയ്ക്കും കാമാപേക്ഷയ്ക്കും മുൻപിൽ അടിപതറാതെ സ്വധർമ്മം അനുഷ്ഠിച്ച സീതയെക്കുറിച്ചാണ് ചിന്താമൃതത്തിലൂടെ ഇന്ന് കൃഷ്ണ സംസാരിക്കാൻ എത്തുന്നത്. ആരംഭിക്കാം ചിന്താമൃതം. ശ്രോതാക്കൾക്കും എൻ്റെ ഗുരുനാഥന്മാർക്കും സാദര പ്രണാമം. സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് രാമദൂതനായ ഹനുമാൻ ലങ്കയിൽ എത്തിച്ചേർന്നു. ശിംശിബ വൃക്ഷച്ചുവട്ടിൽ പാർപ്പിച്ചിട്ടുള്ള സീതാദേവിയെ കണ്ടെത്തി. സീതാദേവിയുടെ അപ്പോഴത്തെ അവസ്ഥ എഴുത്തച്ഛൻ ഇപ്രകാരമാണ് വിവരിച്ചിട്ടുള്ളത്. മലിനതരചികൂരവസനം പൂണ്ടുധീനയായി മൈഥിലി തൻ കൃഷഗാത്രിയായത്രയും ഭയവിവശമവനിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം. ഏറെ മുഷിഞ്ഞ് പാറിപ്പറന്ന മുടികളോടെ മലിന വസ്ത്രം ധരിച്ച് ദുഃഖിതയായി മെലിഞ്ഞ ശരീരത്തോടെ ഭയപരവശതയാൽ നിലത്തുകിടന്നുരുണ്ടും ഭർത്താവിനെ തന്നെ ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് നിരന്തരം കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിയും തൻ്റെ പതിയുടെ നാമം തന്നെ രാമ രാമ എന്നു നിരന്തരം ജപിച്ചും രാക്ഷസിമാരുടെ മധ്യത്തിൽ കഴിഞ്ഞുകൂടിയ ലോകനാഥയായ ദേവിയെ വൃക്ഷശിഖരത്തിന്റെ ഇടതിങ്ങിയ ഇലച്ചാർത്തിനുള്ളിൽ മറഞ്ഞിരുന്ന് ഹനുമാൻ വിസ്മയത്തോടെ കണ്ടു. അപ്പോൾ രാക്ഷസ ശ്രേഷ്ഠന്റെ വാസഗൃഹത്തിന്റെ പുറത്തുനിന്ന് ചില ഘോഷശബ്ദങ്ങൾ കേട്ടു. ദേവവർഗത്തിന്റെ ശത്രുവായ രാവണന്റെ വരവ് ഹനുമാൻ വിസ്മയത്തോടെ കണ്ടു. അശോകവനയിൽ പാർപ്പിച്ചിട്ടുള്ള സീതാദേവിയെ നേരിൽ കണ്ട് തനിക്ക് സീതയോടുള്ള ആഗ്രഹങ്ങളും പ്രണയവും അറിയിക്കാൻ വേണ്ടി സ്വർണ്ണാഭരണങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും അണിഞ്ഞ് ഒരു ശൃംഗാരമന്നനായി രാവണൻ എത്തി. അഴകിയ രാവണന്റെ പ്രേമാപേക്ഷ തള്ളിക്കളഞ്ഞ സീതാദേവി ഭാരതീയ സ്ത്രീത്വം എല്ലാ കാലത്തും മുറുകെ പിടിച്ച് പാതിവ്രത്യത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ എക്കാലത്തും സ്ത്രീത്വത്തിന് മാതൃകയായി തീർന്നു. ഏതൊരു സ്ത്രീയുടെയും മനസ്സിലാക്കാൻ പോകുന്നതായിരുന്നു രാവണന്റെ രൂപവും ഭാവവും. എന്നാൽ ദൃഢചിത്തതയും ഏകാഗ്രതയും കർമ്മകുശലതയും ജീവിത ദർശനവും ആദർശമായിട്ടുള്ള സ്ത്രീകൾക്ക് തൻ്റെ ഉറച്ച തീരുമാനങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ കഴിയില്ല. തൻ്റെ ആദർശങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ് ഇത്തരം സ്ത്രീകൾ ചെയ്യുക. ഇത്തരം ആദർശങ്ങളെയും ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഭാവശുദ്ധിയെയും എടുത്തു കാണിക്കുകയാണ് സീതാദേവി. എത്രത്തോളം പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് അത്രത്തോളം മുഖം തിരിച്ചു നിൽക്കുകയാണ് സീതാദേവി ചെയ്യുന്നത്. തൻ്റെ പ്രിയതമനായ ശ്രീരാമൻ എത്രത്തോളം പരിഹസിക്കപ്പെട്ടപ്പോഴെല്ലാം തന്നെ അതൊന്നും കേട്ടു നിൽക്കാതെ അതിന് യോജിച്ച രീതിയിലുള്ള മറുപടിയാണ് സീതാദേവി രാവണന് നൽകിയത്. മാത്രവുമല്ല, രാമന്റെ മഹത്വം കൂടി രാവണനെ അറിയിച്ചു. ദേവി നൽകുന്ന മറുപടിയിൽ ദേവിയുടെ കുലീനത്വവും തൻ്റെ ഇടവും വിവേകവും കാണുന്നു. ദേവിയുടെ പെരുമാറ്റങ്ങളും ആദർശധീരതയും പ്രതികരണശേഷിയും അഴകിയ രാവണന്റെ അഴകും അഹങ്കാരവും തകർന്ന് തരിപ്പണമാക്കി. ഭാരതീയ സ്ത്രീകളുടെ ഭാവശുദ്ധിയാണ് വാത്മീകി ലോകത്തിന് കാഴ്ചവെച്ചത്. ഏതൊരു പരിഷ്കൃത സമുദായത്തിലും സ്ത്രീകൾ ആദരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കാരണം സാമൂഹ്യ ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും നിലനിൽപ്പിന് സ്ത്രീകൾ അത്യാവശ്യമാണ്. ഏതോ ഒരു അപരിഷ്കൃത യുഗത്തിൽ ജീവിച്ചിരുന്ന കാട്ടാളന് ബോധോദയം ലഭിച്ചതിൽ നിന്നും കിട്ടിയ വെളിച്ചത്തിൽ ജന്മം കൊണ്ട് രാമായണം എന്ന ഇതിഹാസത്തിലെ നായിക കഥാപാത്രമായ സീതാദേവി ആധുനിക സ്ത്രീത്വത്തിന്റെ എക്കാലത്തെയും പ്രതീകമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.